അപ്പോൾ ഇന്നത്തെ ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പം iPhone 16 ഇന്തോനേഷ്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം 40% അവരുടെ തന്നെ ലോക്കലായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ബാൻ ചെയ്തത്. അതിനുശേഷം ആപ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഇന്തോനേഷ്യയിൽ $1,000 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന്. അപ്പം iPhone 16 ബാൻ ഒഴിവാക്കാനാണ് അവർ ഇത് പറഞ്ഞത്. പക്ഷേ ഈ ഒരു കാര്യം ഇപ്പോൾ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല. അതിനർത്ഥം iPhone 16 ബാന് അതുപോലെ തന്നെ ഉണ്ടാവും ഇന്തോനേഷ്യയിൽ, ഇന്ത്യയിലല്ല, ഇന്തോനേഷ്യയിലാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പം ആ ഒരു ബാൻ ഒഴിവാവാൻ ചാൻസ് ഇല്ല. പിന്നെ DxO മാർക്കിൽ iPhone 16 സ്കോറുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 147 പോയിന്റ് ഈ ഫോണിന് ലഭിച്ചിട്ടുണ്ട്. അപ്പം സാംസങ് S24 അൾട്രയേക്കാളും ബെറ്റർ ആയിട്ടുള്ള സ്കോറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം iPhone 16 മികച്ച ക്യാമറ സ്കോറുകളാണ് ഇപ്പം ലഭിച്ചിട്ടുള്ളത്. പിന്നെ സാംസങ്ങിൻ്റെ Z Flip FE എന്നുള്ള ഫോൾഡബിൾ ഫോണിൽ എക്സിനോസിൻ്റെ 2400E എന്ന പ്രോസസ്സറായിരിക്കും വരിക. ഇത് കുറച്ചും കൂടി കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോൾഡബിൾ ഫോൺ ആയിരിക്കും. പിന്നെ ഇതല്ലാതെ Z Flip 7 എന്നുള്ള ഒരു ഫ്ലിപ്പ് ഫോണും കൂടി വരാൻ പോകുന്നുണ്ട്. അതിൽ എക്സിനോസിൻ്റെ 2500 എന്ന പ്രോസസ്സറായിരിക്കും വരിക. അപ്പം സാംസങ്ങിൻ്റെ S25 സീരീസിൽ ഈ ഒരു പ്രോസസ്സർ വന്നോളണം എന്നില്ല. പക്ഷേ ഫ്ലിപ്പ് സീരീസിൽ ഈ ഒരു പ്രോസസ്സറായിരിക്കും വരിക, എക്സിനോസിൻ്റെ പ്രോസസ്സർ. പിന്നെ റെഡ്മി അവരുടെ പുതിയൊരു ലോഗോയും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ റെഡ് കളറിൽ റെഡ്മി എന്ന് എഴുതിയിട്ടുള്ള ഒരു ലോഗോ ആണ്. ഇപ്പം വലിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി റെഡ്മിയുടെ കാര്യത്തിൽ തന്നെ റെഡ്മി K80 Pro ആയിരിക്കും ആ ഒരു സീരീസിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോൺ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതിൽ സ്നാപ്ഡ്രാഗൺ 8Elite എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ വരുന്നുണ്ട്. ആ ഒരു പ്രോസസ്സർ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ വില 4000 യുവാൻ പ്രൈസിങ്ങിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് 46,600 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇന്ത്യൻ മാർക്കറ്റൊക്കെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. 60,000 അല്ലെങ്കിൽ അതിന് മുകളിൽ വരുന്നൊരു പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വില എത്തിയേക്കാം. പിന്നെ ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8Elite എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിന് പുറമെ ഇതിൽ D1 ഗ്രാഫിക് ചിപ്പും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വരുന്നതായിരിക്കും. ഒരു ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും. 2K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. 50+32+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും 6000 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോൺ ഇപ്പം Geekbench 6ൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ കോറിൽ 3050 പോയിന്റും മൾട്ടി കോറിൽ 9216 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 3D മാർക്കിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരു ഫോണിന് 2441 പോയിന്റാണ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ FPS 18.08 മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ടെൽകാസ്റ്റ് എന്നുള്ള കമ്പനിയുടെ ടെൽകാസ്റ്റ് M50 മിനി എന്നുള്ള ടാബ്ലറ്റ് ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8.7 HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. LCD പാനലാണ് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ടാബിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും 4G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വരുന്നുണ്ട്. ഇപ്പം വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനിൽ UniSoC T616 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 4GB റാമും 64GB ഇൻറ്റേർണലൊക്കെ വരുന്നുണ്ട്. 4G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനിൽ അത്ര പവർഫുൾ അല്ലാത്ത UniSoC T606 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 6GB റാമും 128GB ഇൻറ്റേർണലും വരുന്നുണ്ട്. പിന്നെ 4G സപ്പോർട്ടും എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ ടാബിൻ്റെ ബാക്കിൽ 13+0.3 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിൽ 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4G വെർഷൻ്റെ വില വരുന്നത് $179, അതായത് 15,100 രൂപ പ്രൈസ് റേഞ്ചിൽ. വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ്റെ വില വരുന്നത് $145, അതായത് 12,200 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ OnePlus Ace 5ലും അതുപോലെ തന്നെ 5 Proയിലും ചിപ്പ് ലെവൽ ഒപ്റ്റിമൈസേഷൻ കാരണം ഹെവി ഗെയിമിങ്ങിലും ബാറ്ററി കൺസംഷൻ കുറവായിരിക്കും എന്നാണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇപ്പം വെനം എന്നുള്ള കോഡ് നെയിമിൽ വരുന്ന ഒരു ഗെയിമിംഗ് ടെക്നോളജി ഇതിൽ വരുമെന്നാണ് പറയപ്പെടുന്നത്. അത് നല്ലൊരു കാര്യമാണ്. അപ്പം ഇതും ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണുകൾ ആയിരിക്കും. ഇപ്പം Ace 5ൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറും 5 Proയിൽ സ്നാപ്ഡ്രാഗൺ 8Elite എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേയും 6000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഈ ഫോണുകളിൽ വരുന്നതായിരിക്കും. പിന്നെ iQOO Neo 10ൽ സോണി IMX 921ൻ്റെ മെയിൻ ക്യാമറ സെൻസർ വരുമെന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ക്യാമറ സെൻസർ തന്നെയാണ് വിവോ X20ൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറും. അപ്പോൾ നല്ലൊരു മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ OSൻ്റെ സപ്പോർട്ട് ഇതിൽ വരും. ബാക്കി ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ വരും. 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ 6100 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ Honor 300 സീരീസിൻ്റെ ചില ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം Honor 300ലും 300 Proയിലും അതുപോലെ തന്നെ 300 Ultraയിലും 5300 mAh ബാറ്ററി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരും.
പ്രോ വെർഷനിലും അൾട്രാ വെർഷനിലും എക്സ്ട്രാ ആയിട്ട് വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. ഹോണർ 300ൻ്റെ വെയിറ്റ് വരിക ഏകദേശം 181 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 6.97 ആയിരിക്കും. അപ്പോൾ തിക്നെസ് അത്യാവശ്യം നല്ലോണം കുറവായിരിക്കും. 300 പ്രോയിൽ വെയിറ്റ് വരിക 187 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.7 ആയിരിക്കും. 300 അൾട്രയിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ മോട്ടറോളയുടെ മോട്ടോ G5G 2025 എന്നുള്ള ഫോണിൻ്റെ റെൻഡേഴ്സ് ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിൽ കാണിക്കുന്നത് ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുമെന്നാണ്. അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 6.6 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ തിക്നെസ് വരിക 8.17 ആയിരിക്കും. ഇനി അടുത്ത കൊല്ലം വരാൻ പോകുന്ന iPhone 17 സീരീസിൽ പെരിസ്കോപ്പ് ലെൻസ് പ്രോ വെർഷൻസിൽ മാത്രമായിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. നോർമൽ വെർഷൻസിൽ വന്നോളണം എന്നില്ല. അപ്പം നോർമൽ വെർഷൻസിൽ 2 ക്യാമറ സെൻസർ തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസിൽ നോക്കാനുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.